അപ്പൊ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിന്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച PS പ്രശാന്തിന്റെ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൃത്യവിലോപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ, അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക്, മുൻ മന്ത്രിമാരിലേക്ക്, ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ 3 വിധികൾ ഉദ്ധരിച്ചത്, നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര ഗൌരവത്തോടെയാണ് കോടതി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന്. 41 ദിവസം ശങ്കർ രാജീവരെ ജയിലിൽ പാർപ്പിച്ചിട്ട് കൊല്ലം കോടതി പറയുകയാണ് ഒരു തെളിവുമില്ല, ഒരു ഇൻവോൾവ്മെന്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജാമ്യം കൊടുത്ത് വിടുകയാണെങ്കിൽ അത് തികച്ചും സംശയാസ്പദമായ ഒരു അറസ്റ്റല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായി ശബരിമല കാര്യത്തിൽ ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവിടെ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമത്തിലും ഗുരുതരമായ വെട്ടിപ്പും തട്ടിപ്പും നടന്നതായ വാർത്തകൾ പുറത്തുവരികയും വസ്തുതകൾ പുറത്തുവരികയും ചെയ്യുകയാണ്. ഇത്രയും ദിവസമായിട്ടും പുതിയ ദേവസ്വം ബോർഡ് കൂടിയിട്ടും ഈ കണക്കുകളെ സംബന്ധിച്ച് കൃത്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എത്രമാത്രം വെട്ടിപ്പിന്റെ ആഴമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ കാര്യത്തിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും കളിക്കുന്ന ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഡേറ്റ പ്രൈവസിയുടെ ലംഘനമാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിരവധി തവണ ഡേറ്റ പ്രൈവസിയെപ്പറ്റി ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി അത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. അങ്ങനെ ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. കാരണം ഇത് ഡേറ്റ പ്രൈവസിയുടെ ഭാഗമാണ്, ലംഘനമാണ്. സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള നിയമങ്ങളുടെ ലംഘനമാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർക്കാരിന് ശമ്പളം പറ്റുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും വ്യക്തിപരമായ വാട്സാപ്പിൽ മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ DA, DR വർധനവും ഭവന നിർമ്മാണ അഡ്വാൻസും പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും വരും നാളുകളിൽ ഈ കരുതൽ തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകുകയാണ്.